നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിലെ അതിചാരഫലം 18 ഒക്ടോബർ 2025 മുതൽ 5 ഡിസംബർ 2025 വരെ ഉള്ള ഫലമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. മേടക്കൂറ് തന്നെ നോക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം ചേരുന്ന മേടക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലോട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഒരു സമ്മിശ്ര ഫലമാണ്. കുടുംബത്തിൽ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ വർദ്ധിക്കാം. പുതിയ വാഹനം, വീട് ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. എന്നാലും മനസ്സിന് അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവാം. വീട്, വണ്ടി, വാഹനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടാവാം. എടുത്തു ചാടി ഗൃഹനിർമ്മാണം പോലുള്ള വലിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ അത് സ്റ്റക്കായി കിടക്കും എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ടും കൂടെ ഉറപ്പാണ്. ഒരു കാരണവുമില്ലാതെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ കാരണം കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, പക്ഷെ അത് സ്റ്റക്കാവാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ബാക്കി നിങ്ങളുടെ ജാതകവും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് അത് വിലയിരുത്തുക എന്നുള്ളതാണ്. ബാക്കി ഇതിൻ്റെ ഫലങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ കൊണ്ട് നിങ്ങളുടെ ജാതകവും നോക്കിച്ച് മറ്റ് ട്രാൻസിറ്റുകളും ഒക്കെ നോക്കി, ശനി നടക്കുന്ന കാലം കൂടല്ലേ, അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് ഇടവക്കൂറുകാരാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ അര ചേരുന്നതാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത്. അത് 3-ാം ഭാവത്തില്ലേ, അപ്പോൾ അത് കുറച്ച് ദോഷമാണ്. അനാവശ്യമായിട്ടുള്ള ധൈര്യങ്ങൾ കാണിക്കും. ചിലപ്പം ഫാൾസായിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളത് എടുക്കുകയും ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ അതിചാരത്തിൻ്റെ സമയം കഴിയുമ്പോൾ, ഡിസംബറൊക്കെ കഴിയുമ്പോൾ തന്നെ ജൂപ്പിറ്റർ റെട്രോ പോകുന്ന സമയത്ത് അതങ്ങ് നഷ്ടപ്പെട്ടു പോകാൻ, ഹോപ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഒരു ഫീല് വരാം. സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ വരാം. ചെറിയ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ആശയവിനിമയത്തിൽ പിഴവുകൾ സംഭവിക്കാം. മാനസിക ബലം കുറയും. എടുത്തുചാട്ടങ്ങൾ കൂടും. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ എടുത്തുചാടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ പല തിരിച്ചടികളും കിട്ടുന്നൊരു സമയവും കൂടിയായിരിക്കും എന്നുള്ളതാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ ദശയോ അപഹാരമോ ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടെ നോക്കിയിട്ട് വേണ്ട സുഹൃത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അടുത്തത് മിഥുനൻ രാശി. മിഥുനൻ രാശി എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർത്തത്തിൻ്റെ മുക്കാല് ചേരുന്നതാണ്. അപ്പം മിഥുനൻ രാശിക്കാർക്ക് ഈ വ്യാഴ അതിചാരം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം എങ്ങനെയായിരിക്കും നോക്കാം. വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ജാതകത്തിൽ എല്ലാം മൊത്തത്തിൽ അത്യാവശ്യം 2-ാം ഭാവമൊക്കെ ബലമാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകും. പെട്ടെന്ന് ധനലാഭത്തിനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചിലപ്പം മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. സംസാരങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയവും കൂടിയാണ്. ജാതകത്തിൽ ശനിയുടെ അപഹാരം, ശനിദശ അതേപോലെ 10-ലെ കണ്ടതിനെ നടക്കല്ലേ, രാഹുവിൻ്റെ ദശ, രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ ദശ, കേതുവിൻ്റെ അപഹാരമൊക്കെ നടക്കുകയാണെങ്കിൽ കർമ്മ മേഖലയിൽ തിരിച്ചടികൾ പെട്ടെന്ന് വരും. തിരിച്ചടി ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം, അതുവഴിയൊക്കെ ജോലിയൊക്കെ പോയി കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ഒരു കാര്യമില്ലാതെ കൊളീഗ്സുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വരാം. അപ്പോൾ കർമ്മ മേഖലയിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കർക്കിടകം, അതായത് പുണർത്തത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കർക്കിടകം. കർക്കിടകത്തിലേക്കാണ് ഗ്രഹണത്തിന് ശേഷം വ്യാഴം അതിചാരത്തിലേക്ക് വന്നത്. അത് കുറച്ച് ദോഷകരമാണ്. മാനസിക സമ്മർദ്ദം, അതിശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും ഉറക്കക്കുറവുകളിലൂടെയും ഓവർ തിങ്കുകളിലൂടെയും കടന്നു പോകും. ആശയക്കുഴപ്പങ്ങളുണ്ടാവും. വീട്ടിലോ അവരവർക്കോ അല്ലെങ്കിൽ വീട്ടിലോ എപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കും. അതുപോലെ എടുത്ത തീരുമാനങ്ങൾക്ക് പിഴവുകൾ സംഭവിക്കാം. സ്ഥാനമാറ്റത്തിനും സ്ഥലം മാറ്റത്തിനും ഒക്കെയുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ജാതകം നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറുകാർക്ക്. മകം, പൂരം, ഉത്തരത്തിൻ്റെ കാല് ചേരുന്ന ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് 12-ലേക്കല്ലേ വരുന്നത്. ചിങ്ങത്തിൻ്റെ 12ആണ് കർക്കിടകം. അപ്പോൾ കർക്കിടകത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ദോഷമാണ്. അപ്രതീക്ഷിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത ചിലവുകൾ വരാം. ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു പലരും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്.
ആശുപത്രിവാസത്തിനോ ദൂരയാത്രയ്ക്കോ ഉള്ള സാധ്യത, ആത്മീയ കാര്യങ്ങൾക്കോ ഈശ്വര കാര്യങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ വേണ്ടി ധനം ചെലവഴിക്കാനുള്ള അവസ്ഥ വന്നാൽ അത് ചെയ്യണം. ഉറക്കക്കുറവ് അനുഭവപ്പെടും, മാനസിക സമ്മർദ്ദങ്ങൾ കൂടും, ധനനഷ്ടം പ്രധാനമാണ്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എടുത്തു ചാടി ഒന്നിനും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ജാതകവും കൂടെ പരിശോധിച്ചിട്ട് വേണ്ട സുഹൃതകർമ്മങ്ങൾ ചെയ്തു കൊള്ളുക. അടുത്ത കന്നിക്കൂറ് ഉത്തരം മുക്കാൽ അത്തം ചിത്തിരയുടെ അര ചേരുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ അതിചാരഫലം, വ്യാഴത്തിൻ്റെ ഈ അതിചാരഫലം എങ്ങനെയാണെന്ന് നോക്കാം. 11ാം ഭാവത്തിലേക്കാണെന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലതാണ്. ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദശാപഹാരമൊക്കെ നടക്കുകയാണെങ്കിൽ, യോഗകാരകന്മാരുടെ ദശാപഹാരമൊക്കെ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. സർവകാര്യ വിജയങ്ങൾ വരാം, ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകും, വീട് വണ്ടി വാഹനാദികളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും, സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കും, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും, കൂട്ടുകച്ചവടങ്ങൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വരാം, തമ്മിത്തല്ലൊക്കെ വരാം. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. വേണ്ട പരിഹാരങ്ങൾ ചെയ്ത്, ജാതകം കൂടെ പരിശോധിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തുലാക്കൂറ് ചിത്തിരയുടെ അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ചേരുന്ന തുലാക്കൂറ് 10ാം ഭാവത്തിലാണ് വരുന്നത്. അത് ദോഷകരമാണ്. അതായത് ഈ തൊഴിൽ മേഖലയിൽ വലിയ സമ്മർദ്ദം അനുഭവപ്പെടും എന്നുള്ളതാണ്. ചിത്തിരയുടെ അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം, പെട്ടെന്ന് സ്ഥാനചലന ഭീഷണി, അനാവശ്യമായിട്ടുള്ള ജോലിഭാരം ഉണ്ടാവുക, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവുക, ഓഫീസ് പൊളിറ്റിക്സ് കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, സങ്കടങ്ങൾ വരിക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതിരിക്കുക, കുറേ വർഷമായിട്ട് പലതും ചെയ്തു കൊടുത്തിട്ടും ഓഫീസിലുള്ളവരോ ചുറ്റുപാടുള്ളവരോ അത് നമ്മുടെ ചെയ്യുന്ന വിഷയങ്ങൾക്കുള്ളൊരു അംഗീകാരം തരാതെ വരുന്ന കാലങ്ങൾ, ഇതൊക്കെ വരാം. രോഗം, മുട്ടിന് വേദന, നടുവിന് വേദന, അല്ലെങ്കിൽ ആർത്രൈറ്റീസിൻ്റെ ഇഷ്യൂസൊക്കെ വരാം. കടം കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ജാതകം കൂടെ മോശമാണെങ്കിൽ വരും. ജാതകത്തിൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനൊരു അനുഗ്രഹ സമയം, നമുക്കൊരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജാതകം കൂടെ പരിശോധിച്ച്, നല്ലൊരു അസ്ട്രോളജറെ കണ്ട് ജാതകം കൂടെ പരിശോധിച്ച് സുഹൃത കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഇന്നർ വേൾഡിനുള്ള ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അത് എല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ്. നല്ല സമയമാണെങ്കിലും മോശ സമയമാണെങ്കിലും നമ്മൾ ആരോഗ്യം നോക്കേണ്ടത്, അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കേണ്ടത്, നന്നായി ഉറങ്ങണം. ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നർ വേൾഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി, നമ്മുടെ നാമജപങ്ങളും മെഡിറ്റേഷൻസും, നമ്മുടെ ഉള്ളിലെ നന്മ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതെല്ലാം ചെയ്യേണ്ടതാണ് കേട്ടോ. അതെല്ലാ രാശിക്കാരും ഒരുപോലെ ചെയ്യേണ്ടതാണ്. അടുത്തത് വൃശ്ചികക്കൂറുകാർ. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട 9ാം ഭാവത്തിലല്ലേ വ്യാഴം വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ വരേണ്ടതാണ്. അപ്പം ഭാഗ്യം പെട്ടെന്ന് അനുകൂലമാവും. പിതാവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കാം. ആത്മീയമായിട്ടുള്ള പുരോഗതി വരും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയും. അച്ഛനിൽ നിന്നൊക്കെ ഉള്ള സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളത് കിട്ടും. ക്ഷേത്ര ദർശനങ്ങളും ആരാധനാദി വിഷയങ്ങളും സ്പിരിച്വൽ ഇൻക്ലൈനേഷന് വേണ്ടിയിട്ടുള്ള പെയിനുകളൊക്കെ വരും. പക്ഷേ ആ പെയിൻ വന്നിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് ഉള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം കുറേ കാലമായി മുടങ്ങിക്കിടന്ന അല്ലെ തീരാതെ കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം അത് ചെയ്യുക. മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കുക. ഈശ്വര കാര്യങ്ങൾ ചെയ്യുക. ഇന്നർ വേൾഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ലൊരു അസ്ട്രോളജറിനെ കണ്ട് വേണ്ട പരിഹാരങ്ങളും ഈശ്വര കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണം നന്നായിട്ട് കൊണ്ടുവരിക. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി ഉറങ്ങുക, നന്നായി എക്സസൈസ് ചെയ്യുക. ചെയ്ത് ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇച്ചിരി പാടാണ്. ഇതൊക്കെ ഇച്ചിരി പെയിനാണ്. ഇതിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. നിരന്തരമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മടുപ്പുണ്ടാകും. ഇതിനെല്ലാം ഓവർകം ചെയ്ത് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ലൈഫിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൃശ്ചികക്കൂറുകാർക്ക് സ്വതവേ ഉണ്ടാകുന്ന ഈ സ്വയംകൃതാനർത്ഥം അങ്ങോട്ട് മാറിയിട്ട് രക്ഷപ്പെട്ടോളും.
നല്ല സമയമാണ്, കുഴപ്പമൊന്നുമില്ല. ഈ അതിചാരം നിങ്ങൾക്ക് വലിയ ദോഷമൊന്നുമില്ല. ജാതകം മോശമാണെങ്കിൽ വലുതായിട്ട് എഫക്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങ് തള്ളിക്കയറി പോകും കേട്ടോ. ധനുക്കൂർ കാലപുരുഷൻ്റെ 9ാം ഭാവമാണ്, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്ന ധനു. അപ്പം അഷ്ടമവ്യാഴമാണ്, അഷ്ടമത്തിലേക്കാണ് വരുന്നത്. ചിലവർ പറയാറുണ്ട് ഈ അതിചാരത്തിലേക്ക് പോലും വക്രത്തിലേക്ക് പോയാലും നിന്ന രാശിയുടെ തന്നെ ഫലമാണ് വ്യാഴത്തിന് എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വളരെ ദോഷകരമായിട്ടാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഈ ധനുക്കൂറുകാരുടെ കുറേ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ചേരുന്ന പലരുടെയും ജാതകങ്ങൾ വരുന്ന സമയത്ത് ജാതകവും കൂടെ മോശമായവരുടെ, അതായത് ദശ, അതേപോലെ അപഹാരം ഇത്യാദി വിഷയങ്ങളും അവരുടെ ഇപ്പോൾ ഒരു ഈ കൊച്ചു പ്രായത്തിലാണെങ്കിൽ മൂലം, പൂരാടം, ഉത്രാടം മിക്കവാറും വിദ്യാഭ്യാസമായിരിക്കും. ഒരു 15-20 വയസ്സും വിദ്യാഭ്യാസ വിഷയങ്ങൾക്കാണ് കൂടുതൽ വിളിക്കുന്നതെങ്കിലും അവരുടെ 2ാം ഭാവം, ഭാവാധിപൻ, കാരകൻ, ഇതിനൊക്കെ പ്രശ്നം വരിക, ദശ മോശമായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ അതിചാരവും കൂടെ വരുമ്പോഴത്തേക്ക് അവർക്ക് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഒരു 10, 30, 35 വയസ്സുള്ള ഒരാൾക്ക് ജോലിപരമായി 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് 10ാം ഭാവം, ഭാവത്തിൻ്റെ തൽപ്പതി, കാരകൻ, അവിടെ നിൽക്കുന്ന ഗ്രഹം, ദശ ഒക്കെ മോശമായിരിക്കുന്ന സമയത്ത് ഈ അതിചാരവും കൂടെ വരുമ്പോഴത്തേക്ക് അവർക്ക് എഫക്റ്റ് ചെയ്യും, മോശമായിട്ട് വരും. അതുപോലെയാണ് 7ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ആണെങ്കിൽ കല്യാണം, അതാത് വിഷയങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവരുടെ 7ാം ഭാവം മോശമാവുന്നൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അതും ഈ ദശയും ഒന്നും സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ അതിചാരവും കൂടെ വരുമ്പോഴത്തേക്ക് അത് മോശമായി വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. കുറേ നമ്മൾ കാണുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പം അങ്ങനെ മൂലം, പൂരാട, ഉത്തരാടക്കാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പെട്ടെന്നുള്ള തടസ്സങ്ങൾ, പല കാര്യങ്ങളും ഇറങ്ങി തിരിച്ചും കഷ്ടപ്പെട്ട് നടക്കാതിരിക്കുക, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപവാദങ്ങൾ, കേസ് വഴക്ക് ഇത്യാദി കാര്യങ്ങളുടെ പുറകിന് പോകേണ്ടി വരിക, സാമ്പത്തിക നഷ്ടം എന്നിവയ്ക്ക് സാധ്യത. തൊടുന്നതെല്ലാം പ്രശ്നമായിട്ട് വരാം. എന്തിൽ പോയി തൊട്ടാലും തൊടുന്നതെല്ലാം പ്രശ്നമായിട്ട് വരാം. വലിയ നിക്ഷേപങ്ങൾക്കോ പുതിയ തുടക്കങ്ങൾക്കോ ഈ സമയം നിങ്ങൾക്കൊട്ടും നല്ലതല്ല എന്നുള്ളത് ഓർത്ത് വെച്ചുകൊള്ളുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ജാതകമൊക്കെ നോക്കിയിട്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അടുത്തത് മകരക്കൂർ, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അരയും കൂടെ ചേരുന്നത്. മകരത്തിൻ്റെ 7 അപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പം പെട്ടെന്ന് റിലേഷൻഷിപ്പുകളൊക്കെ വരിക. അത് ചിലപ്പം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് സെറ്റാവുക. പങ്കാളിത്ത ബിസിനസ്സുകളിൽ താൽക്കാലികമായിട്ടുള്ളൊരു പുരോഗതി വരിക. സമൂഹത്തിലൊരു സ്വീകാര്യത വർദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക. ദാമ്പത്യ സുഖം ഒക്കെ കിട്ടുക. ഇതൊക്കെ ഗുണമായിട്ട് വരാനുള്ളൊരു സാധ്യത. വളരെ സന്തോഷം വരുന്ന കൂട്ടുകാരുമൊത്തുള്ള യാത്രകളും ചേർച്ചകളും സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നൊരു കല ഈ അതിചാര സമയം കേട്ടോ. അടുത്ത കുംഭക്കൂറ്, അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാഗവും ചതയവും പൂരുരുട്ടാദിയുടെ ആദ്യ 3 പാദങ്ങളും ചേരുന്നതാണ് കുംഭക്കൂറ്. അപ്പോൾ കുംഭക്കൂറുകാർ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ 6ാം ഭാവത്തിലല്ലേ, കുംഭത്തിൻ്റെ 6ലാണ് വ്യാഴം അതിചാരത്തിലേക്ക് പോയേക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. കടബാധ്യതകൾ വർദ്ധിക്കാം. 6 കടബാധ്യത വർദ്ധിക്കാം. ലോൺ ഇത്യാദി വിഷയങ്ങൾക്ക് പോയിട്ട് കിട്ടാതെ വരാം. അത് കിട്ടാതെ വരിക, കൊടുക്കുന്നത് കിട്ടാതെ വരിക. അത് നിമിത്തം ശത്രുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ശത്രുക്കൾ പെരുകാം. ഭക്ഷണകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഈ ഫുഡ് പോയ്സൺ അതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. പട്ടിണി കിടക്കേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം കൃത്യമാകാത്ത, ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒക്കെ അവസ്ഥകൾ വരാം. 6th ഹൗസ് മോശമാകുമ്പോഴേ ഫുഡ് പോയ്സണൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ളൊരു സമയമാണ്. നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക. പൊതുവേ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിക്കുള്ളൊരു കാലവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും. അപ്പം ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ വരുന്ന ഒരു കാലവും കൂടിയാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ ആശ്രയിക്കുക. ജാതകം നോക്കി വേണ്ട പരിഹാരങ്ങളും കൂടെ ചെയ്യുക. ഈ പ്രധാനമായിട്ടും ജാതകവും കൂടെ, ജാതകത്തിൽ നിങ്ങളിപ്പോൾ ഏത് വിഷയവുമായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, തൊഴിലല്ല ഏത് വിഷയത്തിലാണോ കൂടുതൽ
ശ്രദ്ധ പുലർത്തുന്നത് ആ ഭാവത്തിന് തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിന് അവിടെ നിൽക്കുന്നവർക്കും ബലക്ഷയം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദശ നടന്നുകൊണ്ടിരിക്കുന്ന ദശ മോശമാണെങ്കിൽ ഇതും കൂടെ ആകുമ്പോൾ നല്ല ഗെയിമായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അത് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അറിയേണ്ടതാണ്. അപ്പോൾ അത് ഫീൽ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊള്ളുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് അവനും തന്നെ നോക്കിയത് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. പരിഹാരങ്ങളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ കിടപ്പുണ്ട്. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതിൽ നോക്കി ചെയ്യുക. വേണ്ടത് പറ്റുന്നതൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ആരെങ്കിലും നല്ല അസ്ട്രോളജറെ കാണിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. കുഞ്ഞു കുഞ്ഞു പരിഹാരങ്ങളും ഈശ്വര പ്രാർത്ഥനകളും കൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നേ. വലിയ വലിയ പൂജകളുടെ ആവശ്യമൊന്നുമില്ല. പൂജ വേണ്ടെന്നല്ല പറയുന്നത്, പൂജ വേണ്ടതാണ്. പക്ഷേ എല്ലായിടത്തൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും അസ്ട്രോളജി നോക്കിയിട്ട് വലിയ സുദർശനവും വലിയ പൂജകളും ഇതൊക്കെ കഴിച്ചാൽ പ്രശ്നങ്ങൾ മാറ്റും. അങ്ങനെയൊന്നുമില്ല. സുദർശനവും കഴിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളുണ്ട്, ഭഗവത്സേവ കഴിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എല്ലാ പ്രശ്നത്തിനും അത് പരിഹാരമാണെന്ന് ഋഷിമാരെന്തായാലും പറഞ്ഞിട്ടില്ല. എല്ലാ പ്രശ്നത്തിനും പൂജയാണ് പരിഹാരം എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ജ്യോതിഷന്മാർ, പല താന്ത്രികരുടെയും ജ്യോതിഷന്മാരുടെയും അവരുടെ പ്രശ്നത്തിലുള്ള പരിഹാരമാണ് എല്ലാവർക്കും പൂജ എഴുതുക എന്നുള്ളത്. പൂജ മാത്രമല്ല, അമ്പലത്തിൽ പോവുക, തൊഴുക. ആ ക്ഷേത്രം ധർമാർത്ഥ കാമമോക്ഷത്തിനുള്ള സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം, ക്ഷേത്രത്തിലെ പരിഹാരങ്ങൾ, അന്നദാനങ്ങൾ, പിന്നെ ചില വിഷയങ്ങൾക്ക് രാഹുവിൻ്റെ കാരകത്വം അല്ലെങ്കിൽ ശനിയുടെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് പരിഹാരം ചെയ്യണം. അതിന് സർപ്പബലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജപിക്കുക. ലളിതാ സഹസ്രനാമോ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദേവി സ്തുതികളൊക്കെ ധാരാളം ജപിച്ചു പോവുക. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ ഒക്കെ ജപിക്കാം. അതൊക്കെ കൂടെ ഉണ്ടെങ്കിലേ അതിനെ നമുക്ക് ഓവർകം ചെയ്യാം. അല്ലാതെ ഒരാളെ വിളിച്ച് പൂജ കഴിച്ചൊരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഇതൊക്കെ കഴിച്ചുകൊണ്ട് മാത്രമൊന്നും ഫലം ആവില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും, പക്ഷേ എല്ലാ കാര്യത്തിലും അത് ഫലം ആവില്ല. ഋഷിമാരത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല കേട്ടോ. അതുകൊണ്ടാണ് തപസ്സും കൂടി പറയുന്നത്. തപസ്സാണ് പ്രധാനം. ആ തപസ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ, ക്ഷേത്രത്തിലായാലും ചെയ്യുന്ന പരിഹാരങ്ങൾ നമുക്ക് പെട്ടെന്ന് റിസീവ് ചെയ്യാനും കൂടെ പറ്റും എന്നുള്ളതാണ്. തപക്ഷയത്തിന് വേണ്ടി, ധർമാർത്ഥ കാമമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏത് ആഗ്രഹത്തെയും സാക്ഷാത്കരിക്കാനുള്ള സ്ഥലം തന്നെയാണത്. അതിൽ സംശയമില്ല. അത് മോക്ഷമായാലും ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കാവോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടല്ലോ. ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. അത് ചിട്ടി അടിക്കാൻ വേണ്ടിയാണെങ്കിലും, അത് പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണെങ്കിലും, മോക്ഷത്തിന് വേണ്ടിയാണെങ്കിലും അവിടെ ഇരിക്കുന്ന ശക്തിയോട് പറയാം. നിങ്ങളുടെ തലത്തിനനുസരിച്ച് പ്രതിബിംബിക്കാൻ വേണ്ടി തന്നെയാണ് അവിടുത്തെ ബിംബം ഋഷിമാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങളുടെ തലം ഏതാണോ ആ തലത്തിനനുസരിച്ച് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. ആ തലത്തിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. അത് അനുഭവമാണ്, അത് സത്യവുമാണ് കേട്ടോ. അത് അനുഭവമാണത്. അപ്പം കുംഭക്കൂറുകാർ ഈശ്വര പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരുരുട്ടാദിയുടെ അവസാനത്തെ 3 പാദങ്ങൾ ചേരുന്നതാണിത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത മീനക്കൂർ നോക്കാം. രാശിചക്രത്തിലെ അവസാനത്തെ രാശിയാണ് മീനൻ രാശി. പൂരുരുട്ടാദിയുടെ അവസാന പാദം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽപ്പെടുന്നത്. വളരെ ഉത്തമമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 5-ലല്ലേ വരുന്നത്. മീനത്തിൻ്റെ 5-ലാണ് അതിചാരം വന്നിട്ടുള്ളത്. ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം വരിക. ജാതകത്തിലെ 5-ാം ഭാവം അനുകൂലമാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഊഹക്കച്ചവടങ്ങളിൽ, ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ. ആത്മീയവും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പ്രണയം ഒക്കെ വരാം. നല്ല പ്രണയങ്ങൾ അല്ലെങ്കിൽ പ്രണയ സാക്ഷാത്കാരം അത് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരാം. ഡിസംബർ കഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെയും വരാം. അപ്പോൾ അതൊക്കെ ആണ് പ്രധാനമായിട്ടും. എന്തായാലും പൊതുവെ മീനക്കൂറുകാർക്ക് അത്ര ദോഷ സമയമല്ല. എന്നാൽ ജന്മശനി നടക്കുന്നതുകൊണ്ട് മടി, അലസത ഇത്യാദി കാര്യങ്ങൾ വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള എല്ലാ മാനദണ്ഡങ്ങളിലൂടെ പാലിക്കണം. ഇത് വ്യാഴത്തിൻ്റെ അതിചാരത്തിൻ്റെ മാത്രം ഫലമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള ഫലങ്ങളോട്, ബാക്കിയുള്ള ഗ്രഹസ്ഥിതികളും ബാക്കിയുള്ള വിഷയങ്ങളോട് കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായാലും ചീത്തയായാലും 2025 ഡിസംബർ 5 വരെ മാത്രമേ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളൂ. അപ്പം
അതിനുള്ളിൽ ഇത് നടക്കാനുള്ള അവസരങ്ങൾ വരും. അതിനുശേഷം വ്യാഴം വക്രത്തിൽ മിഥുനത്തിലേക്ക് തിരിച്ചു. അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിലെ ഫലങ്ങളായിരിക്കും ആ സമയത്ത് ഫലങ്ങൾ കൂടുതലും വരുന്നത്. അപ്പോൾ വീണ്ടും ഇത് പുറമോട്ട് പോകും. വക്രത്തിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് കാണുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് സ്റ്റക്കായി പോകും. മീനക്കാർക്ക് പ്രണയത്തിൽ സന്തോഷമുണ്ടായിരുന്നവർക്ക് ചിലപ്പം ആ സമയത്ത് പെട്ടെന്ന് ദുഃഖം വരാം. അതേപോലെ തന്നെ മീനം കൂറുകാർക്കിപ്പം സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിലപ്പോൾ ഡിസംബർ 5 ശേഷമൊക്കെ കുറേ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതപ്പോൾ അതൊരു കാലയളവാണ്. ഇപ്പം ഈ കാലയളവിൽ ക്ഷമയോടും വിവേകത്തോടും കൂടി തീരുമാനമെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വളരെ ലളിതമായിട്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. ഒരുപാടൊന്നും പറയാതെ വളരെ കുറച്ച് കാര്യങ്ങൾ. ഓൾറെഡി നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞതുമാണ്. അപ്പം ഇത് ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അതിൽ ഉള്ള കാര്യങ്ങളെടുക്കുക. ജാതകങ്ങൾ നന്നായിട്ട് അവരവർ തന്നെ നമ്മുടെ വീഡിയോസ് മാസ്റ്റർ ക്ലാസ് എത്രയോ വീഡിയോസായി. അപ്പോൾ അതൊക്കെ കണ്ട് ജാതകം പഠിച്ച് സ്വയം വിലയിരുത്തി സമയം എങ്ങനെയാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ പരിഹാരത്തിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും ചെയ്യുക. ഇപ്പോൾ നക്ഷത്രങ്ങളിലൊക്കെ ആണെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ആ സീരീസുകളിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പരിഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോകാം. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഉള്ളത് നമുക്ക് നല്ലൊരു അസ്ട്രോളജറെ കണ്ടതിന് വേണ്ട പരിഹാരങ്ങളും കണ്ടെത്തി നന്നായി നാമം ജപിച്ച് നന്നായി ഈശ്വര കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ നാമം ജപിക്കാനൊന്നും എനിക്ക് സമയമില്ല, മെഡിറ്റേഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒരു ടാലി കൗണ്ടറോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം. അങ്ങനെ മെൻ്റലി ഇന്നർ വേൾഡിനെ നന്നായി ഡെവലപ്പ് ചെയ്ത് മെൻ്റൽ പീസ് കണ്ടൻമെൻ്റ് ഉണ്ടാകുന്ന ലെവലിലേക്ക് ഇതാക്കിയെടുത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ഒരു തലത്തിൽ സമാധാനമായ ഒരു മാനസികാവസ്ഥയിൽ അത് ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ. ഞാൻ എപ്പോഴും ഒരു മന്ത്രം പോലെ പറയുന്ന കാര്യങ്ങളായത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും ഒരു മന്ത്രം പോലെ, കാരണം ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം. അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ച പലരും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ചിന്തയുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം. ആ ചിന്തയുടെ ക്വാളിറ്റി, ആ ചിന്തയ്ക്കുള്ള നിലവാരം, അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബാഹ്യാവിഷ്കാരമായിട്ടുള്ളത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഭഗവാൻ തരട്ടെ, സർവേശ്വരി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും തരട്ടെ. ഈ മണ്ഡലകാലം സമയത്താണ് ഈ അതിചാരം കടന്നു പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈ മണ്ഡലകാല ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.